പാകിസ്ഥാനിൽ ക്രൈസ്തവരായ യുവതീ യുവാക്കളുടെ വിവാഹപ്രായം 18 വയസ്സായി ഉയർത്തുന്ന ബില്ലിന് ഏകകണ്ഠമായി അംഗീകാരം നൽകി പാകിസ്ഥാൻ ദേശീയ അസംബ്ലി. 1872 നിയമപ്രകാരം പെൺകുട്ടികൾക്ക് 13 വയസ്സിലും ആൺകുട്ടികൾക്ക് 16 വയസ്സിലും വിവാഹം ചെയ്യാൻ അനുവാദം നൽകുന്ന പഴയ നിയമമാണ് ഭേദഗതി ചെയ്തിരിക്കുന്നത്. 2018 കണക്കുകൾ അനുസരിച്ച് ഏകദേശം 19 ദശലക്ഷം പാക് കുട്ടികൾ ശൈശവ വിവാഹത്തിന് ഇരകളാകുന്നുണ്ടായിരുന്നു. ഇതിൽ ശൈശവ വിവാഹം, തട്ടിക്കൊണ്ടുപോകൽ, നിർബന്ധിത മതപരിവർത്തനം തുടങ്ങിയവയ്ക്ക് ഏറ്റവും കൂടുതൽ ഇരകളാകുന്നതും ക്രൈസ്തവ പെൺകുട്ടികളായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ പുതിയ തീരുമാനത്തെ പാക് ക്രൈസ്തവർ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം സെനറ്റിൽ കമ്രാൻ മൈക്കിളാണ് ഈ നിയമം ആദ്യമായി അവതരിപ്പിച്ചത്. പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നുള്ള ക്രൈസ്തവ വിശ്വാസിയായ നവീദ് ആമിർ ജീവ ഇത് പാകിസ്ഥാന്റെ പരമാധികാര നിയമനിർമ്മാണ സമിതിയിൽ അവതരിപ്പിച്ചതിന് പിന്നാലെ ദേശീയ അസംബ്ലി ഇതിന് അംഗീകാരം നൽകുകയായിരുന്നു. നിർബന്ധിത മതപരിവർത്തനങ്ങളിൽ നിന്നും ശൈശവ വിവാഹങ്ങളിൽ നിന്നും പെൺകുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമത്തെ പാക് കത്തോലിക്ക സഭ സ്വാഗതം ചെയ്തു. പാകിസ്ഥാനിലെ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് പ്രസിഡന്റ് ബിഷപ്പ് സാംസൺ ഷുക്കാഡിനും നാഷണൽ കമ്മീഷൻ ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് ഉൾപ്പെടെയുള്ള പ്രാദേശിക കത്തോലിക്ക നേതാക്കളും തീരുമാനത്തെ സ്വാഗതം ചെയ്തു. ബിൽ ഏകകണ്ഠമായി പാസാക്കിയതിന് മുഴുവൻ പാർലമെന്റിനോടും ആത്മാർത്ഥമായ അഭിനന്ദനവും നന്ദിയും അറിയിക്കുകയാണെന്ന് ബിഷപ്പ് സാംസൺ പ്രസ്താവിച്ചു. യുനിസെഫിന്റെ പഠനമനുസരിച്ച് പാകിസ്ഥാനിലെ 6 യുവതികളിൽ 1 യുവതി ബാല്യത്തിൽ വിവാഹിതരാകുന്നുണ്ടായിരുന്നു. 18 വയസ്സിന് മുമ്പ് വിവാഹിതരായ 19 ദശലക്ഷത്തോളം സ്ത്രീകളാണ് പാകിസ്ഥാനിൽ എന്നുള്ളത്. അവരിൽ 4.6 ദശലക്ഷം പേർ 15 വയസ്സിന് മുമ്പ് വിവാഹിതരായവരാണെന്നത് ശ്രദ്ധേയമാണ്.